ഹായ് മുത്തുമണീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗായിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത്. നമ്മളെ സ്കിറ്റൊക്കെ തൽക്കാലം നമുക്ക് റമദാൻ കയ്യോളം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിച്ച് ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത്താഴം മുതൽ വൈകുന്നേരം നോമ്പ് തുറക്കുള്ള വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കാൻ നമ്മൾ എന്ത് കടിയാണോ ഉണ്ടാക്കിയത് അത് തന്നെയാണ് ഈ കാര്യം നമ്മൾ എന്നും അത്താഴത്തിന് കഴിക്കുക കേട്ടോ. പക്ഷേ ഇന്ന് ചോറാണ്, കാരണം കപ്പ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കി. അതായത് നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇറച്ചിയും പൂളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വലിച്ച കഴിക്കാൻ കഴിയില്ലല്ലോ, പണി കിട്ടുമല്ലോ നമുക്ക്. അത് കാരണം ഞാൻ കുറച്ച് ചോറും പിന്നെ തലേ ദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ 2-3 പപ്പടവും പൊരിച്ചുകൊണ്ടാണ് ഞാനും മക്കളും ചോറ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി കപ്പ ബിരിയാണി നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തേക്കാം. പിന്നെ കുറേ പാത്രങ്ങളുണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ തരയണ എനിക്ക് മനസ്സിലായി കുട്ടിമാനിയാണ് എന്ന്. കുട്ടിമാ തൽക്കാലം ഇവിടെ അല്ല, കോട്ടയത്താണ് കേട്ടോ. പിന്നെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത കൊണ്ട് പറയാനുണ്ട്. നമ്മളതിൽ നല്ലൊരു ഫിഷ് ഉണ്ട്. ഇനി അത് 5-6 വർഷമായിട്ട് നമ്മളെ കൂടെ ഉണ്ടായതാണ്. ഇൻസ്റ്റ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നമ്മൾ മീൻ ചത്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. അപ്പോൾ അത് മീൻ ചത്തപ്പോൾ പ്രാവശ്യം നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാക്കണ 2 ചെറിയ ഗോൾഡൻ ഫിഷിന് ഇതിൽ കൂടെ നട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ സുബൈ നിസ്കരിക്കുകയാണ് കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6:30 വരെ നമ്മൾ കടന്നിട്ടുണ്ട്. അതിൻ്റെ 6:30 നീച്ചങ്ങാണ്ട് ഇതാക്കണേ. നമ്മൾ മക്കൾക്ക് മദ്രസ അടച്ചിട്ടില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ മദ്രസ അടക്കും, അപ്പോൾ നമ്മളവിടെ അടച്ചിട്ടില്ല. അപ്പോൾ അവർ സ്കൂളും മദ്രസും ഒരേ സ്ഥലത്താണ്, ഓപ്പോസിറ്റ് ക്രോസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇവർ ഒരുമിച്ചാണ് പോകലിപ്പോൾ. പിന്നെ നോമ്പായതുകൊണ്ട് ഫുഡൊന്നും കൊണ്ടുപോകണ്ട. മറ്റേത് മദ്രസ് വിട്ടിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യലാണ് സ്കൂളിൽ കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാ പോലും മദ്രസക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ 5:30 നിസ്കാരം കഴിഞ്ഞാൽ കടന്ന് 6:30 ആകുമ്പോഴത്തേന് എണീച്ച് ആകെ ടയേർഡാവും കേട്ടോ പോവാൻ. പിന്നെ ഉറങ്ങാതിരിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അത് നമ്മളെ കൊണ്ടും കഴിയില്ലല്ലോ ഉറങ്ങാണ്ടിരിക്കാൻ. കിട്ടിയ നേരം എങ്ങനെയെങ്കിലും ഉറങ്ങാനല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പോൾ വൈറ്റ് മഫ്തായതുകൊണ്ട് തന്നെ ജിനുവിൻ്റെ മഫ്ത എപ്പോഴും കരിമ്പനടിച്ചും കൊണ്ടായിരിക്കും കേട്ടോ. ഓക്കൊരു വർഷത്തിൽ ഈ വെള്ള മഫ്തായതുകൊണ്ട് തന്നെ ഒരു 12 മഫ്തെങ്കിലും നമ്മൾ ഒരു വർഷത്തിൽ അവർക്ക് വാങ്ങലുണ്ടേ. ഒരു ദിവസം മഷിയായി എറിഞ്ഞ് വന്നാൽ പിന്നെ അത് പറ്റൂല. പിന്നെ ഒരു ദിവസം കരിമ്പനടിക്കും, പിന്നെ മഴ ചാറിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് കിടക്കട്ടെ വരെ മദ്രസക്ക് വിട്ടിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നതാക്കണ ജനലിങ്ങണ്ട് തുറന്ന് നോക്കുമ്പോൾ നമ്മളവിടുത്തെ ഒരു കാഴ്ചതാട്ടോ. നമ്മളെ ഫ്രണ്ട് എന്ന് പറയുന്നത് മുന്നിക്ക് നമുക്ക് മുറ്റൊന്നും കാണൂല. ആ മക്കൾ പോണ കാണിച്ചെന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. മുറ്റൊന്നും കാണൂല. പിന്നെ ജനൽ തുറന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുള്ളൂ. പിന്നെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു വീഡിയോ കാണിച്ചെന്നില്ലേ, നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ പോയി കണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മക്കൾ പോയാൽ ഞാൻ 7 മണിക്കല്ലേ, അപ്പോൾ ഞാനൊരു 7:30 വരെ കിടക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ റിസുവിന് ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നോമ്പാണെങ്കിലും റിസുവിന് സ്കൂൾ ചേർത്തതുകൊണ്ട് ഓനിക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഇനി ഓനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഉറക്കപ്രാന്തിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഓനഞ്ഞ് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ചുണർത്തണം. അപ്പോൾ അതൊക്കെ കേട്ടോ ഓന് ഉണർന്നിട്ടുണ്ട്. കുറേ നേരം വിളിച്ചിട്ടാണ് ഉണരുക കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഓന് കുത്തി വരച്ച് വെക്കണതാണ് കേട്ടോ. ആകെ വീട് പിന്നെ കാരണം മഴക്കാലമായി നമ്മളെ വീട് ആകെ നനഞ്ഞ് പൂപ്പൽ പിടിക്കും കേട്ടോ. അപ്പം മേലെ മക്കൻ്റെയും മദീനൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അയ്യലിക്കുള്ള സ്റ്റെപ്പാണ് മക്കിയേക്കും മദീനക്കും പോകാൻ അറിയട്ടോ ആരെങ്കിലും കണ്ടാൽ. അപ്പോൾ ബീട്രൂട്ടും കിഴങ്ങൊക്കെ ഇട്ടുങ്ങാണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കൂട്ടാൻ ഉണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂട്ടി ഇച്ചിരി കഞ്ഞി കൊടുക്കുകയാണ് ഞാൻ കേട്ടോ. 8:30 ആകുമ്പോഴാട്ടോ വേണീക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നോമ്പായതുകൊണ്ട് 3 മണിക്ക് സ്കൂൾ വിടും. അപ്പോൾ 9 മണിക്ക് കറക്റ്റ് ക്ലാസ് തുടങ്ങുന്നതാണ്. അതുകൊണ്ട് വേഗം ഫോണാണ് കൊടുക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിലൊക്കെ അങ്ങനെ നോക്കുമ്പോൾ അറിയാതെ ഇത് ഇറങ്ങിപ്പോയിക്കോളൂ കേട്ടോ തിന്നാൻ കൊടുക്കണം. അപ്പോൾ അത് വേഗമാണ് കൊടുക്കും ഞാൻ. തല നനച്ച് കൊടുത്തിട്ടില്ല, എന്ന് മേല് മാത്രം കേക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി യൂണിഫോമും കൂടി വേഗം ഇട്ട് കൊടുത്തിട്ട് ഓനാണെങ്കിൽ ഫോണൊക്കെ നോക്കി ഇങ്ങാണ്ട് തന്നെ ഇട്ടെന്നാൽ മതി ഇറങ്ങാണ്ട് ഭയങ്കര വാശിയാണ്. സ്കൂൾക്ക് പോകാൻ പെരും മടിയാണ് കേട്ടോ. റഷമോളും ജീനുവിൻ്റെയും പോലെയേ അല്ല. സ്കൂൾക്ക് പോവാനും എഴുതാനും പെരും മടിയാണ്. എഴുതാൻ നിൽക്കുമ്പോൾ ഓന് കൈവേദനക്കാരും കാലുവേദനക്കാരും വേദന ഇല്ലാത്തൊരു പ്ലേസും ഓനും ഉണ്ടാവില്ല. കുറേ പറഞ്ഞു നോക്കും ഇങ്ങനെ അവിടെ വേദന ഇവിടെ വേദന. അപ്പം എന്തെന്നെ പറഞ്ഞാലും ഞാൻ എന്തായാലും ഒന്ന് പോകൽ നിർബന്ധമാണ് എന്ന് ഓൻ എന്നെ തോന്നി കഴിഞ്ഞാൽ പിന്നെ ഓൻ പറയും മെച്ചി ഗേറ്റിൻ്റെ അവിടെ നിൽക്കണേന്ന്. അപ്പം ഞാൻ പറയാം ഗേറ്റിൻ്റെ അവിടെ തന്നെ നിൽക്കാൻ, ഞാൻ എന്നെ കൂട്ടിയിട്ടേ ഞാൻ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് പറയൂ കേട്ടോ. കുട്ടിമാൻ അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുവരലും കൊണ്ടാക്കലൊക്കെ ഞമ്മക്ക് തന്നെ ഒരു പണിയാണ് കേട്ടോ. മറ്റേത്
ഇവൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടിമാൻ തന്നെയാണ് നോക്കുക. പിന്നെ ഇവൻ്റെ യൂണിഫോം രസമുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് ബുധനാഴ്ചകളിൽ മാത്രം ഇടുന്ന ഒരു യൂണിഫോമാണ് കേട്ടോ. പക്ഷെ അതിന് പോക്കറ്റ് ഇല്ല. പോകുമ്പോൾ പറയുകയാണ് ഞാൻ ബാഗിൽ ഇട്ടരാ കർച്ചീഫ് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്താ പോക്കറ്റ് ഉണ്ടാക്കിയാൽ എന്നൊക്കെ പറയാൻ കേട്ടോ എൻ്റെ അടുത്ത്. തലേ ദിവസം മുടി വെട്ടിയിരുന്ന ആദ്യമായിട്ടാണ് സ്കൂൾക്ക് പോകണത് കേട്ടോ. അപ്പോൾ പറയാം നാഫി എന്നെന്തോ ആണോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നാഫിക്ക് മുടി കാട്ടി കൊടുക്കണം എന്നൊക്കെ അല്ലേ ഭയങ്കര സന്തോഷത്തിലൂണാണ് കേട്ടോ. ഒന്ന് ഒരുപാട് ലേറ്റ് ആയിക്കണം കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഓൻ്റെ കൂടെ നമ്മളെ മേലത്തെ വീട്ടിലത്തെ കുട്ടി വരുന്നതാണ്. അപ്പോൾ അവൾക്ക് പനി ആയതുകൊണ്ട് ഇവ മാത്രമാണ് പോവല്ലോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമോന് നല്ലോണം ഉണ്ട്. ലഞ്ച് ബോക്സൊക്കെ ആണെങ്കിൽ ലഞ്ചൊന്നും ആക്കിയിട്ടേ ഇല്ല, ഇനി അതാക്കണം. പിന്നെ എനിക്ക് ഡ്രസ്സ് ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ പണി ഇനിയുണ്ട് കേട്ടോ. സോക്സ് ഇടണം, ഷൂ ഇടണം. എന്തിനു പറയണേ, കുട്ടിമാ അല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ. ഇനി ഇവിടുന്ന് കുറച്ചാണ്ട് 2 അടി നടന്നിട്ട് വേണം പിന്നെ ഓട്ടോ കിട്ടിയിട്ട് കൊണ്ടാക്കാൻ കേട്ടോ. നമ്മളെ ഈ കാര്യം ലാസ്റ്റ് ചെല്ലണം കേട്ടോ. ഓനും എൻ്റെ ഫ്രണ്ടും ഇവിടെ മേലത്തെ വീട്ടത്തെ എന്ന് സ്കൂൾക്ക് ലാസ്റ്റ് എത്തല് ഞങ്ങളായിരിക്കും കേട്ടോ. സോക്സ് ആണെങ്കിൽ എത്ര ഇട്ടിട്ടാണ് ശരിയാണില്ല കേട്ടോ. നേരം വൈകണ നേരത്തെ പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ എൻ്റെ ലഞ്ചൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ലഞ്ച് ബാഗ് വെച്ചെടുക്കട്ടെ, ലഞ്ച് കർച്ചീഫും കൂടി വെച്ചിട്ട്. അപ്പോൾ ഇനി പോയി വന്നിട്ടില്ല വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് റിസുവിനെയൊക്കെ കൊണ്ടാക്കി ഇപ്പോൾ വരികയാണ് കേട്ടോ. 9:35 9:40 എത്രയോ ആയിട്ടോ. നമ്മൾ ബെഡ്ഷീറ്റ് വരെ വിരിച്ചിട്ടില്ല, രാവിലെ എണീച്ചിട്ട്. ഇനി ഇത്രകാനും പണിയുണ്ട് എന്നാണ്. അപ്പം ഇനി വീട് ഒരുപാട് തുണികൾ മടക്കി വെക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഈ കണ്ട തുണികൾ മുഴുവൻ മടക്കാനാണ്. വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഇതാ ഇവന് സ്കൂളിൽ നിന്ന് വന്നൊരു വീഡിയോസാണ്. അവനെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. ഉണ്ടെങ്കി നടക്കണ കുളിപ്പിച്ച ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. മക്കളൊക്കെ വന്നത് ഒക്കെ ഇവിടെ വലിച്ചു. ഞാൻ എന്തിനാ അത്രയും ക്ലീൻ ആക്കിയാന്ന് അറിയില്ല. ഒക്കെ ഇവിടെ വൈദ്യുതി വലിച്ചിട്ട്. ഇനി നമുക്ക് 3:45 അടുക്കളയ്ക്ക് പോകാനായിട്ടോ. നമ്മൾ വിഭവം നമുക്ക് പോയി നോക്കാം. പക്ഷെ നമുക്ക് എന്തായാലും മമൂസ് ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾ കുറച്ച് മമൂസ് ഉണ്ടാക്കുകയാണ്. എനിക്ക് അറിയൊന്നുമില്ല കേട്ടോ, യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാറിന്. പിന്നെ ഇന്ന് ബീഫ് ബിരിയാണിയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഓരോ നേരത്തെ ഓരോ പൂതികളാട്ടോ ഉൾക്കോൽക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ശരിയാക്കാൻ. അങ്ങനെ ഇതാക്കണം. യൂട്യൂബൊക്കെ നോക്കിയാണ് നമ്മൾ മമൂസിൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കണം. ഞാൻ ഇച്ചിരി പാലിൽ ഞാൻ ഇങ്ങനെ കുറുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മമൂസിനില്ലേ മൈദപ്പൊടി ഇതാക്കണം. ഞാൻ ഇച്ചിരി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ റൗണ്ടാക്കിങ്ങാണ്ട് ശരിയാവുണ്ടോയെന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അത് ചെയ്ത് നോക്കണത്. അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും. ഞാൻ റൗണ്ട് കട്ട് ചെയ്തപ്പോൾ ഇതാക്കണ റഷമോള് ഈ മസാലയൊക്കെ അതിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മമൂസിനില്ലേ ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്, ഒരു 10-12 ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്നാൽ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചിക്കണം. അമ്മ ചെഞ്ഞ് മതിയെന്ന് ഓളെന്നെ പറഞ്ഞു. മസാല കഴിഞ്ഞ് പിന്നെ മാവ് ബാക്കിയായിട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതൊക്കെ ഞാൻ ചട്ടിയിലിട്ടെങ്ങാണ്ട് ഓയിലിൽ ഒഴിച്ചെങ്ങാണ്ട് പൊരിച്ചെടുത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ജ്യൂസിന് നമുക്ക് മാംഗോ ആണ് കേട്ടോ. ഇതിന് മുന്നേ ദിവസമൊക്കെ നമ്മൾ സമാമാണ് അടിച്ചപ്പോൾ റഷമക്ക് വലിയ താല്പര്യമില്ല കേട്ടോ സമാമ. പിന്നെ ഞാൻ എന്തായാലും ഫ്രൂട്ട് സാലഡൊക്കെ ഫ്രൂട്ട്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടുങ്ങാണ്ട് മൊമോസൊക്കെ ഇതാക്കണേ നമ്മളൊന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടറിയ കസ്റ്റേർഡ് പൗഡറൊക്കെ ഇതാക്കണേ ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഇട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം അതിന് മുന്നത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇതിൽ ഫ്രൂട്ട്സ് കുഴപ്പമില്ല. ഇതിൽ ഞാൻ നട്ട്സ് ഇട്ടപ്പം പറ്റൊരു ടേസ്റ്റ് കുറവായി പോലെ തോന്നി കേട്ടോ. പിന്നെ ഇതാക്കണേ ബാങ്ക് കൊടുക്കാനായിക്കണേ നമ്മളൊക്കെ ടേബിളിൽ സെറ്റ് ആക്കിക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഫ്രീസറിലാണ് ഞാൻ വെച്ച് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതാക്കണം നമുക്ക് വത്തക്കയും പച്ചമുന്തിരിയും പിന്നെ പപ്പായൊക്കെയാണ് കേട്ടോ ഉള്ളത്. പപ്പായ ഇപ്പുറത്ത് ഇവിടുത്തെ താത്ത തന്നതായിരുന്നു കേട്ടോ. പിന്നെ ഈത്തപ്പഴം, പിന്നെ നമ്മളെ മൊമൂസും, പിന്നെ താത്ത അപ്പുറത്ത് ഇവിടുത്തെ താത്ത നമുക്ക് ഒരു 4-5 ഇത് തന്നിട്ടുണ്ടായിരുന്നു. 2-3 കറീസ് തിന്നിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. പിന്നെ പൂവട, പഞ്ചസാരയൊക്കെ ഇട്ട പൂവടയാണ് കേട്ടോ. തേങ്ങയും പഞ്ചസാരയും നിറച്ചത്. ടേബിളിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ. ടേബിളുമ്പോൾ നമ്മൾ ഷീറ്റ് വിരിക്കാത്ത റീസ് എത്ര ഷീറ്റ് വിരിച്ചാലും കീറി എടുക്കുകയാണ് കേട്ടോ. പക്ഷെ മോള് നോമ്പിൽ തുറന്നപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മമൂസം തിന്നോക്കട്ടെ എന്ന് ഇറങ്ങാണ് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയാണ് ഇത് രസമെല്ലാം വെച്ച് ചെയ്യുന്നുട്ടോ. അപ്പോൾ ഞാൻ ജിനുവിനോട് അങ്ങനെ ഉണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിനു പറഞ്ഞ രസമൊക്കെ ഉണ്ട് എന്നിട്ടോ. അപ്പോൾ ഞാൻ പറയാം രസം ഉണ്ടോ ഇല്ലെന്ന് അറിയുന്നത് ഇതിൻ്റെ മുന്നങ്ങൾ കഴിച്ചേക്കണമെന്ന്. അപ്പോൾ ഓൾക്ക് മദ്രസിൻ്റെ ടീച്ചർ എന്തോ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ എനിക്കത് വലിയ രസമൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ ചിക്കനൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ഇതിൽ വലിയ ഉള്ളി ഉണ്ടല്ലോ നമ്മൾ സവോള, അതിൻ്റെ ഒരു കുത്തൽ പോലെ തോന്നി കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് ഇതിലേറെ രസം കട്ലേറ്റോ സമൂസയൊക്കെ അല്ലേ, എന്തിനാ വെറുതെ ഇത് ഉണ്ടാക്കിയത്, സമയം വെറുതെ വേസ്റ്റായി എന്ന് പറയായിരുന്നു കേട്ടോ ഇവരെടുത്ത്. പക്ഷെ മോക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് കേട്ടോ, കഴിഞ്ഞു വേണമെന്നാണ് ഓള് പറയണത്. എനിക്ക് എന്തായാലും ഇന്നത്തോടു കൂടി മതിയായി കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കസ്റ്റേർഡിൽ നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടിട്ട് രസം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ അത്ര തണുപ്പാകാനും സമയം കിട്ടിയില്ല. പിന്നെ മാത്രമല്ല നട്സ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ മുന്തിരിയും ഉണക്കമുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുമ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രൂട്ട് സാലഡിൽ നട്സ് ഇടാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടാൽ. പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ചിയാച്ചസ്, എന്താ നമ്മളെ കസ്കസ്, അതാകുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് റിസുവിന് പറ്റില്ല, കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അതാക്കണം നോമ്പൊക്കെ തുറന്ന് ഒക്കെ റാത്തായപ്പോൾ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ ബിരിയാണിയും കൂടിയും കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മളെ ബിരിയാണിയും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ബിരിയാണി. അപ്പോൾ ഇനി നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടിയും കഴിച്ചിട്ട് കിടക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്, അസ്സലാമു അലൈക്കും.